നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് 9,000 ഏക്കർ മദ്രസയുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് അഭിമാനത്തോടെ പറഞ്ഞായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട്. ഇപ്പം ഞാൻ പറയാൻ കാരണം, ഇന്ന് വൈകിട്ട് ഞാൻ ബ്രോഡ്വേയുടെ ലെൻസ് ആൻഡ് ഫ്രൈമൻ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട്ണർ ഉസ്മാൻ ഫാമിലി സഹിതം ഇവിടെ പോകാൻ വേണ്ടി വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹമൊക്കെ എൻ്റെ പരിപാടികൾ എത്ര ആഴത്തിലും എത്ര ആത്മാർത്ഥമായിട്ടും വീക്ഷിക്കണം. എനിക്ക് പറഞ്ഞപ്പോഴെനിക്ക് വളരെ അഭിമാനം തോന്നിയ, എനിക്ക് വലിയ ആത്മാഭിമാനം തോന്നി എന്നോട് തന്നെ. കാരണം ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്, ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ തലമുറ ആ വിഷയത്തെക്കുറിച്ച് റെഫർ ചെയ്യുമെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ എത്ര മഹത്വമാണ്. അപ്പം ഞാനത് ഒന്നുകൂടി വിശദമായിട്ട് പറയണം. ഒന്ന്, ഇപ്പോൾ എൻ്റെ ഈ പരിപാടി ഒരു 3,000 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5,000 മീറ്ററെങ്കിലും ആയുസ്സുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ച് റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ്. അതിൽ പ്രാദേശികമുണ്ട്, ദേശീയമുണ്ട്, അന്തർദേശീയമുണ്ട്, യൂണിവേഴ്സലുണ്ട്. പ്രപഞ്ചം 4 മേഖല നമുക്ക് ആകെയുള്ളൂ. ഒന്ന് പ്രാദേശികമാണ്, ദേശീയമാണ്, അന്തർദേശീയമാണ്, പ്രപഞ്ചം യൂണിവേഴ്സലാണ്. ഈ 4 വിഷയത്തെക്കുറിച്ചും ഞാൻ ആനുകാലികമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം പറയണം. ഇത് പറയുമ്പോൾ 8/8/88 ഞാൻ ആദ്യമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വാഴക്കുളം പഞ്ചായത്ത് മത്സരിക്കുന്നത് 88-ലാണ്. എൻ്റെ ഓർമ്മ ശരി, ഏപ്രിൽ മാസം പറ്റാവും. അത് കഴിഞ്ഞ് കുറേ 3-4 മാസം കഴിഞ്ഞപ്പോൾ 8/8/80 അത് നല്ലൊരു ഐശ്വര്യ നമ്പർ, ഒരു ഫാൻസി നമ്പറുമാണല്ലോ. അതിൽ ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് എന്നൊരു സംഘടന രൂപം കൊടുത്തു. അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അരുമ്പശ്ശേരി മരിക്കാർ ഹാജി മൊയ്തീൻ ഷാ മെമ്മോറിയൽ മുസ്ലിം ട്രസ്റ്റ് എന്നൊരു സംഘടന രൂപം കൊടുത്ത് ഞങ്ങൾ തന്നെ കുറേ സ്ഥലം അവിടെയുണ്ട്. ആ സ്ഥലത്ത് ഒരു അഗതി മന്ദിരവും അനാഥ മന്ദിരവും പിന്നെ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടെ പറയുമ്പോൾ കടന്നു പോകിലും അലിഗർ യൂണിവേഴ്സിറ്റിയെ പോലെ വലിയ പ്രതീക്ഷയുള്ള ഒരു ചെറിയ സ്ഥാനം തുടങ്ങി പിന്നീട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് 100 അടി നീളത്തിൽ 2 അടി വീതിയിൽ ഇപ്പോൾ നിലവിലുള്ള വഴിയിൽ നിന്ന് പോരായി കിട്ടും. അത് കിട്ടിയാൽ കൂടി ഇതിൻ്റെ 100 × 2 200 സ്ക്വയർ ഫീറ്റ് ഏതാണ്ട് അര സെൻറ്റ് വരും. അപ്പോൾ അത് നമുക്കൊരു 10 സ്ഥലം പുറത്ത് കിടക്കാം, അല്ലെങ്കിൽ എന്ത് വിലനും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഭാവി കണ്ടുകൊണ്ട് മൊയ്തീൻ ഷായും ഗ്രൂപ്പ് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം കുടുംബം പട്ടിണിയായാലൊന്ന് പേടിച്ചിട്ട് അത് തന്നില്ല. അന്നത്തെ ആ പ്രദേശത്തെ പല മാന്യന്മാരും ഒക്കെ ഞാൻ ചെന്ന് സംസാരിച്ചു, ഇങ്ങനെ സുഹൃത്തെ ഇങ്ങനെ സാധ്യതയുണ്ടത്. പക്ഷെ ആരും കാര്യം പറഞ്ഞില്ല. അങ്ങനെ ഞാൻ തിരിച്ച് എറണാകുളത്ത് തന്നെ, അതിന് മുമ്പ് എറണാകുളത്തുണ്ട് വന്ന്. അങ്ങനെയാണ് ജാതി വേണ്ട, വോയിസ് ഓഫ് ജസ്റ്റിസ്, വോയിസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നായിരുന്നു ആദ്യമുണ്ട്. അത് ജായിട്ട് പ്രസ്തായി രജിസ്റ്റർ ചെയ്തിരിക്കുക. അപ്പോൾ സോഷ്യലിലേക്ക് മാറ്റി പിന്നെ വോയിസ് ഓഫ് ജസ്റ്റിസ് സിമ്പിളായി, പേരും സിമ്പിളാവും. അത് 50 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ വഖഫ് ചെയ്ത സ്ഥലങ്ങൾ അന്ന് മുഗൾ ചക്രവർത്തിയുടെ കാലത്തും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്തൊന്നും ഇസ്ലാമിക് സംഘടനകൾക്കൊന്നും കൊടുക്കാൻ സാധ്യത ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ അതിന് മുമ്പുള്ള മുസ്ലിം സമുദായം തന്നെ വഖഫ് ചെയ്തോ. അന്ന് ഒരു രേഖയൊന്നും ഉണ്ടാവില്ല. അന്ന് ചെറിയ ബുദ്ധിയിൽ എന്തോ ഇരിക്കുന്നത് എൻ്റെ ഗ്രൂപ്പ് തോന്നിയത് പറഞ്ഞ് അത് സർക്കാരിനെ സമീപിച്ച്, ഇത് അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ്സാണല്ലോ, കോൺഗ്രസ് സർക്കാരിനെ സമീപിച്ച് അങ്ങനെ രേഖയില്ലാത്ത സ്ഥലത്തിൽ സർക്കാർ പട്ടയം കൊടുക്കുക, അല്ലെങ്കിൽ സർക്കാർ രേഖ കൊടുക്കാം, അത് ചെറിയ ഒരു ഫീസ് പണി വഹിക്കാം. അങ്ങനെ ഒരു 50 കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത്. പക്ഷേ അതേസമയത്ത് അന്ന് ഞങ്ങൾ സൂചിപ്പിച്ചത് വേറെ കാര്യം. 90-ൽ മറ്റാണ് ഈ 47 പിന്നെ ആരാധനകൾ അതേ സ്റ്റാറ്റസ് നിലനിർത്തുന്നത് പറഞ്ഞത്, സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നത്. അത് ഞങ്ങൾ പോകത്തുണ്ടായില്ല, അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടും ആകാംക്ഷയോടെ ചിന്തിക്കുകയാണ്. ഈ 9,000 ഏക്കർ ഭൂമി ഉത്തരാഖണ്ഡ് ഇപ്പോൾ UP നിന്ന് മാറി ചെറിയ സംസ്ഥാനമാണല്ലോ. അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര 1000 ഏക്കർ ഉണ്ടാവും.
ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലാവില്ലേ? അന്നൊരു നിയമം ഉണ്ടാക്കി വച്ചിരുന്നെങ്കിൽ അതൊരു ഉപകാരമായിരിക്കുമെന്ന് ഇപ്പം ഞാൻ വളരെ ഗൗരവത്തിൽ ആ വിഷയം ചിന്തിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിയ എൻ്റെ സമുദായം സബീലെ മില്ലത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു പേര് കൂടി എന്നെ ഇട്ട് അനുഗ്രഹിച്ചു. സബീലെ മില്ലത്തിൽ സമുദായത്തെ വഴികാട്ടിയത് പറ്റാണ് അവർ ഉദ്ദേശിച്ചത്, എന്തുവാകട്ടെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യം വരില്ല, പക്ഷേ കാലക്രമേണ അതെല്ലാം സത്യമായിട്ട് പുലരും. അതെല്ലാം പിന്നീട് ഒരു സമയത്ത് ഭാവി എൻ്റെ തലമുറ അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ കാലം കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾക്കൊക്കെ സമൂഹം അംഗീകരിക്കുന്നത്. ആയിക്കോട്ടെ, എന്തുമാകട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നതല്ല, ഇപ്പോൾ ഈ 9,000 ഏക്കർ പോയി, ഇനി 10,000 ഏക്കർ വരും, വേറെ ഏക്കർ പോയി, ഇത് എല്ലാം രേഖയിട്ടു. അന്നൊക്കെ നമ്മുടെ സാക്ഷരതൊക്കെ ഇന്ത്യയിൽ കേരളത്തിലേക്ക് വന്ന് എത്തുന്ന ആളായിട്ടുണ്ട്. രേഖാമൂലം മതി. ഈ ബ്രിട്ടീഷുകാർ വന്ന ശേഷമുള്ള ജില്ലാ താലൂക്ക് ഉണ്ടാക്കി, ഭരണസമിതിയുടെ നിയമമൊക്കെ ഉണ്ടാക്കി. അതിനും 10 ഉണ്ടായില്ലെന്ന് ഞാൻ സൂചിപ്പിച്ചു. അന്ന് എവിടെ രേഖയാണ്? ജനന സർട്ടിഫിക്കറ്റോ മരണ സർട്ടിഫിക്കറ്റോ ഇല്ലെന്ന് അത് രേഖപ്പെടുത്തില്ല. അതൊക്കെ തൊട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഇന്ത്യയിൽ. ജനനം മരണം രേഖപ്പെടുത്താൻ നിയമമാക്കിയിട്ട് ഒരു നൂറ്റാണ്ടും ആയിട്ടില്ലെന്ന്. 10, 20, 25, 30 വർഷമായിട്ടുള്ളൂ. അല്ല, ലെസ് ദാൻ 50 ഇയേഴ്സാണ്. 50 വർഷം താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടും? എങ്ങനെ നമ്മൾ ഇത് കിട്ടും? പലർക്കും കിട്ടൂല. അതൊക്കെ വച്ച് നോക്കുമ്പോൾ ഈ രേഖ കാണിക്കാൻ പറഞ്ഞ നിയമം ഉണ്ടാക്കി അതൊക്കെ എത്തുമാത്രം ആഴത്തിലും ബുദ്ധിമുട്ടുണ്ടാകും മനുഷ്യന്. ഒന്നും മനസ്സിലാക്കണം. അപ്പോൾ അതാണ് കൗണ്ട് 10 ബിഫോർ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 100 വരെ എണ്ണമെന്ന് പറയുമ്പോൾ ദീർഘമായി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് പറയുമ്പോഴാണ് ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ സഹകരണം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ശക്തി കൊണ്ടും ഇങ്ങനെ പോലെ നിയമവലികളോ അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ പണ്ടൊരു അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ ഒരു പെങ്ങൾക്ക് 3 ആൺമക്കൾ. ഈ പെങ്ങൾ അങ്ങനെ അന്വേഷിക്കില്ല. അങ്ങനെ ഇതിപ്പോൾ അമ്മാവൻ ഒരു ദിവസം അമ്മ കുറച്ച് സമ്മന്ന ഒരു വലിയ പെട്ടി 2 ആലൊക്കെ ചോന്ന് കൊടുന്ന് ഈ മക്കൾ കാണുക അമ്മയുടെ ഈ പെങ്ങളുടെ അടിയിൽ വെച്ച്, കട്ടിലടിയിൽ വെച്ചു. അപ്പോൾ മക്കൾ എന്താ അമ്മാവത്? അതിലൊക്കെ കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഓ എന്ന് വിചാരിച്ചിരുന്ന് അമ്മയെ വളരെ ഭംഗിയായിട്ട് അവർ അന്വേഷിച്ചില്ല. സ്വത്ത് എടുക്കല്ലേ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞപ്പോൾ അമ്മമാരുടെ മരണശേഷം പെട്ടി തുറന്നപ്പോൾ അത് കറുത്ത് ചെയ്യായിരുന്നു. അപ്പോൾ മക്കൾ ചോദിച്ചു, അമ്മാൻ പറഞ്ഞതിലൊക്കെ വലിയ കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് കറുത്ത് ചെയ്യാണല്ലോ. എടോ, കാര്യം എന്ന് പറഞ്ഞാൽ കറുത്ത് ചെയ്യുന്നല്ലേ. ഞാൻ പറയുന്നത് പറഞ്ഞില്ല. അതുപോലെ ഞങ്ങളിപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും വളരെ യുക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, ആശയമുണ്ട്, ആദർശമുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല. സംഘപരിവാർ എന്നുള്ളത് ഇന്ത്യയിൽ ഭരണത്തിൽ വന്നിപ്പോൾ 10 വർഷം കഴിഞ്ഞു. അതിന് മുമ്പ് ഭാഗികമായിട്ട് ഇപ്പോൾ മൊത്തത്തിൽ ഹിന്ദുരാഷ്ട്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാലും ഏതാണ്ട് ഹിന്ദുരാഷ്ട്രം എല്ലാം ലക്ഷ്യമാണ്. അതിൽ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ RSS 100ാം വാർഷികം പ്രഖ്യാപിച്ചപ്പോൾ അതിലടിച്ച നാണയത്തിൽ ഹിന്ദു ദൈവത്തിൻ്റെ ഫോട്ടോ ചെറിഞ്ഞോടി. ആ പ്രക്രിയ പൂർത്തിയായിടോ കാക്കന്മാരെ, പൂർത്തിയായിടോ മുസ്ലിങ്ങളെ. ഇനി എന്താ ചെയ്യാനുള്ളത്? അതുകൊണ്ട് ഇനി മുസ്ലിങ്ങൾ ചെയ്യാനുള്ളത് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ബുദ്ധി ഇനി മനസ്സിലാക്കിക്കോ. ഇനി നിങ്ങൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിചാരിച്ചാൽ BJP അല്ലെങ്കിൽ RSSനെ ഒതുക്കാനും നശിപ്പിക്കാനും സാധിക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരായിട്ട് യോജിച്ച് സഹകരിച്ച് ഒരു ധാരണ എത്തി കൊല്ലും നിർത്തി മുന്നോട്ട് പോകുന്നല്ലോ കാക്കന്മാരെ നല്ലത്, മുസ്ലിങ്ങളെ നല്ലത് എന്നാണ് നിങ്ങൾക്ക് ബോധം വേണ്ടത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പേര് മാറ്റുന്നില്ല. നിങ്ങൾ എന്തിനു പേര് മാറ്റുന്നത്? ഇനി മുസ്ലിം ലീഗ് തന്നെ നിൽക്ക്. നേരെ കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് BJP ലീഗ് ഒരു ധാരണ എത്തിയാൽ പറയുമ്പോൾ കടന്നു പോകുന്നുണ്ട്, മനസ്സിലാവില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാം. പക്ഷെ ഫാക്റ്റാണ്. BJPക്ക് ഏതാണ്ട് ഒരു 20% വോട്ട് 19% ഉണ്ട്. ലീഗിന് എന്തൊക്കെ പറഞ്ഞാലും ആകെ വോട്ടിൽ ഒരു 10% അടുത്ത് അവർക്കുണ്ട്. അപ്പോൾ 20, 30 ഏകദേശമായി. ഇങ്ങനൊരു സഖ്യം വന്നു കഴിഞ്ഞാൽ മറ്റ് പല കൊച്ചു പാർട്ടിയിൽ കയറും. അപ്പോൾ ഏതാണ്ട് ആകെ വോട്ട് ചെയ്യുന്ന വോട്ടിൻ്റെ ഒരു 35-37% ഈ പറഞ്ഞ ലീഗ് BJP മുന്നണിക്ക് കിട്ടും. നിങ്ങൾ സുഖമായിട്ട് ഭരിക്കാം. ഒരു ടൈം കുഞ്ഞാലിയെ മുഖ്യമന്ത്രിയാക്ക്, അടുത്ത ടൈം BJPക്ക് മുഖ്യമന്ത്രിയാക്കല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകാതെ ഇനി നിങ്ങൾ BJP തൊടുവാൻ പറ്റില്ല, തകർക്കണം എന്ന് വിചാരിച്ചാൽ അത് ബുദ്ധിമോശമാണ്. അതിന് പറ്റൂല, നടക്കുന്ന കാര്യമല്ല. തന്നെയുമല്ല, കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചിട്ട് ഈ 20% മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മൾ ഭരിക്കണത്.
BJP എതിർത്തിട്ട് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണം ഈ നിമിഷം വരെയും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ 99.9% മുസ്ലിങ്ങളും ഇന്ത്യയിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഇലക്ഷൻ വരെ ഈ ഇന്ന് വരെയും എന്തുണ്ടാക്കിയത് തന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 7% മുസ്ലിങ്ങൾക്ക് സ്വത്തുണ്ടായത് അത് 1% കുറഞ്ഞു. ഇപ്പോൾ BJP അപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു. എന്ത് മുസ്ലിങ്ങൾക്ക് വളർച്ചയുണ്ടായി? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, നാനാ പാൽക്കർ കമ്മീഷൻ റിപ്പോർട്ട്, ഇവിടുത്തെ നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട്, ഏത് റിപ്പോർട്ട് എടുത്താലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ ദളിതരേക്കാൾ കഷ്ടമാണ് എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേറ്റലി. ആത്മീയമായിട്ടല്ല ഞാൻ പറഞ്ഞിട്ടോ, ഭൗതികമായിരുന്നു. ആത്മീയം ഞാൻ പറയുന്നില്ല, അതൊക്കെ പറ്റുമവർ. പിന്നെ എന്ത് നേട്ടം ഉണ്ടായത്? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? BJP ആണ് അധികാരത്തിൽ വന്നത്, സംഘപരിവാർ നയിക്കുന്ന അധികാരം വന്നു. അവരിന്ന് നാണയം ഇറക്കി ഹിന്ദു ദൈവത്തിന് പേരിൽ ഒരാൾ എതിർത്ത് കാര്യമില്ല. മനസ്സിലായി. കാരണം പാർലമെന്റ് തുടങ്ങി പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് അമ്പലത്തിൽ കൂടി പൂജ നടത്തിയാണ്. ബുദ്ധി കൊണ്ട് കാക്കപ്പൻ ഇനി എന്താണ് ഹിന്ദു രാഷ്ട്രമാകാൻ ഇവിടെ വേണ്ടത്? എന്താ ഇവിടെ വേണ്ടത്? ഇത് ഒക്കെ നിയമത്തിൽ ഭേദഗതി വരുത്തി. അതുകൂടാതെ തലാഖിൻ്റെ കാര്യത്തിൽ, മുത്തലാഖിൻ്റെ കാര്യത്തിൽ ശരീഅത്ത് വിരുദ്ധമായി നിയമം പാസ്സാക്കി. ഇവിടെ ആരെങ്കിലും മിണ്ടിയോ? കോൺഗ്രസ് മിണ്ടിയോ? ലീഗുകാർ മിണ്ടിയോ? മുസ്ലിങ്ങൾ എതിർത്തോ? കണ്ണടിച്ചു പോകാണ്. അപ്പം അതിനർത്ഥം ഇത് സംഘപരിവാറിനെ എതിർക്കാൻ നോക്കി പാറയിൽ കടിച്ച് പല്ല് കളയരുതെന്ന് പറയും പോലെ സംഘപരിവാറിനെ ഒതുക്കാൻ നോക്കി, അല്ലെങ്കിൽ BJP ഒതുക്കാൻ നോക്കി മുസ്ലിം സമുദായമേ, മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ BJP ആയിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയാൽ, ഒരു ധാരണയിലെത്തിയാൽ, ആ ധാരണക്ക് പറ്റിയ അവസരമാണ് ഇപ്പോൾ. എന്നറിയോ, ഏതാണ്ട് ഒരു 8 മുതൽ 10% വോട്ടിൻ്റെ കുറവ് BJPക്ക് ഉണ്ട് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ. ആ കുറവ് അവിടെ നിന്ന് ഇവിടുത്തെ കേട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത്, ആ കുറവ് ക്രിസ്ത്യൻ സമുദായത്തെ സഖ്യം ഉണ്ടാക്കി എന്തിൽ നോക്കി. പക്ഷേ ആകെ 2% ഉള്ളൂ. അപ്പോൾ തരുമോ? അപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു 5-10% വോട്ട് കൂടി BJP കിട്ടിയാൽ പിന്നെ BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. കോൺഗ്രസ് ഒരു പ്രസക്തിയില്ല പിന്നെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു ധാരണ എത്തേണ്ടതാണ്. ഞാൻ പറയല്ലോ, 20% മുസ്ലിങ്ങൾ ഇന്ത്യയിൽ, 30 കോടിയോളം മുസ്ലിങ്ങൾ. അവർ അപ്പോൾ പറയുന്നത് ഞങ്ങൾക്കത് 20% ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾക്ക് ആ ജനസംഖ്യക്ക് ആനുപാതിയോ ആരോഗ്യം തരും. അത് നിങ്ങൾ എന്തും ചെയ്തോ എന്ന് പറഞ്ഞ് ധാരണ എത്തിയാൽ അവർ തരുകയും ചെയ്യും. കോൺഗ്രസ് ഇത്രയും കാലം മുസ്ലിങ്ങളെ സമുദായത്തെ നക്കിക്കൊന്നെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള BJP ചെയ്യാതെ ചെയ്യും. അവർക്ക് തടസ്സമില്ല. 20% അവർക്ക് ശല്യമേ ഇല്ല. അവർക്ക് ശല്യമുള്ള ആരെന്നറിയോ? പിന്നോക്ക ഹിന്ദുക്കളാണ്. പിന്നോക്ക ഹിന്ദുക്കൾ മുന്നോക്ക ഹിന്ദു ചേർന്ന ആ ഒരു 80% ആ ഗ്രൂപ്പ് അവർക്കെതിർ. അല്ല, 20% മുസ്ലിങ്ങൾ അവർക്ക് ഒരിക്കലും എതിരാവില്ല അറിയാം. അപ്പോൾ അവരെ നക്കാബീച്ച് അങ്ങോട്ട് കൊടുത്ത് മാറ്റി നിർത്തി അവർ ശല്യം തീരുകയും ചെയ്യും. അവർ നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രായോഗികമായി ചിന്തിപ്പിൽ കിട്ടുന്ന ഉത്തരം. 1969 എറണാകുളത്ത് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് എറണാകുളം ജില്ലയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് മൊയ്തീൻ ഷാ പറഞ്ഞപ്പോൾ എന്നെ ഭ്രാന്തനാക്കി എൻ്റെ അറിയുന്ന ആൾക്കാർ. അവർ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഐലൻഡിലെ വിമാനത്താവളം ഞങ്ങളുടെ ചെമ്പറയ്ക്ക് ഭാഗത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലണ്ടേ? ഈ വിമാനത്താവളം വന്ന് 25 വർഷം കഴിഞ്ഞു. ഞാൻ പറഞ്ഞേക്കാൾ കുറച്ച് അകലെയായി. മറ്റത് അങ്കമാലി അറിവ് മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു 99. ഇതൊക്കെ രേഖയുണ്ട്. പ്രിന്റ് ചെയ്ത വലിയ സപ്ലിമെൻ്റ് പോലത്തെ വലിയ ഇതുണ്ട് എൻ്റെ കയ്യിൽ, എല്ലാ രേഖയുണ്ട്. അത് 25 വർഷം കഴിഞ്ഞാണെങ്കിലും ഭാഗികമായിട്ടാണെങ്കിലും അങ്കമാലി കുണ്ടന്നൂർ ആറൂരി പാതയുടെ പണി തുടങ്ങി നവംബർ മറ്റേ തറക്കല്ലിടാണ്. 30 വർഷം പിടിച്ചു. അതോ ആ പെരിയാറിന് കുറുകെ ഒരു പാലം പണിത് അങ്ങോട്ട് റോഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അന്ന് ചിന്തിച്ചോ? അദ്ദേഹം വഞ്ചി വെച്ച് ജങ്കാർ വെച്ച് പിന്നെ പാലം പണിഞ്ഞ് 15 കോടി മുടക്കി പാലം വെച്ച്. അതൊക്കെ മൊയ്തീൻ ഷായും ഗ്രൂപ്പാണ് ചെയ്ത്. VR കൃഷ്ണയ്യനെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. ആ ഒരു പാലം ഇല്ലായിരുന്നെങ്കിൽ കാലടി പാലത്തിന് ബ്ലോക്ക് വന്നപ്പോഴേ ഈ വാഹനമെല്ലാം മാത്തളം പാലത്ത് വന്ന് മംഗലപ്പുഴ പാലം വഴി തൃശ്ശൂർ അങ്കമാലിക്ക് പോകണം. 20 മണിക്കൂറോളം ദിവസങ്ങളോളം ബ്ലോക്കായിരിക്കും. പക്ഷെ ഈ ഒരു പാലം ഉണ്ടായതുകൊണ്ട് ആ വന്ന വണ്ടിയെല്ലാം ആലുവയിലേക്ക് വരാതെ നേരെ മാറമ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് അങ്കമാലിക്ക് പോയി. ശരിയാണോ? എന്തെങ്കിലും പ്രവൃത്തി നടക്കുകയും എന്തെങ്കിലും ചെറിയൊരു സംഭാവനയൊക്കെ ഒന്ന് ചോദിച്ചാൽ, എനിക്ക് വീട്ടിലേക്ക് തിന്നാൻ വേണ്ടിയാണ് എന്ന് ധരിച്ച് കണ്ണ് തിരുമ്മ കാക്കന്മാരുണ്ട്. പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ജീവിക്കാനൊന്നും വേണ്ട, അല്ലാതെ സൗകര്യം ഉണ്ടോ? ഞാൻ വെള്ള ഡ്രസ്സ് ഇട്ട് നടക്കണമെങ്കിൽ അത് ഞാൻ പിരിച്ചിട്ട കാശല്ല. എനിക്കുള്ള വരുമാനമുണ്ട്. എന്നാൽ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്
പക്ഷെ അങ്ങനെ കിട്ടുന്ന ബിസിനസ് നല്ലൊരു ശതമാനമാണ് ഞാൻ ഈ പരിപാടിക്ക് മുടക്കുന്നതിൻ്റെ കയ്യിലെടുത്ത് മുടക്കാണ്. അല്ല ഞാൻ വൈറ്റ് ഇട്ട് ഷൂസ് ഇട്ട് നടക്കണമെങ്കിൽ അതൊന്നും ഈ നക്കാപ്പിച്ച് നിങ്ങൾ തരുന്ന പൈസയല്ല. നിങ്ങൾ 10 രൂപ എന്നെങ്കിൽ 100 ഞാൻ മുടക്കുന്നുണ്ട്. എങ്കിലും ചന്ദ്രബോസാൽ ഒരു ചെറിയൊരു സഹായം എന്തെങ്കിലും ഞങ്ങൾ ചോദിക്കാറില്ല. ആരെങ്കിലും വിളിച്ചു തരുള്ളൂ, നമ്പർ കൊടുത്താറില്ല, ഞാൻ ചോദിച്ചു നടക്കാറില്ല. എങ്കിലും പറഞ്ഞാൽ അത് കുറ്റവാളി പോലെയാണ് കാണിച്ചാൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായികളെ കാക്കന്മാർ സങ്കടമതേ. ആർക്ക് വേണ്ടിയിടും? എനിക്ക് വേണ്ടിയാ? എനിക്കാണ് ഇപ്പം ഈ പറഞ്ഞ ഏത് മുന്നണി കൂടെ നിന്ന് ഒരു MLA ക്ക് ആകാം. ഇമ്പാല ബെൻസ് ഇന്നോവ കാറിൽ നടക്കാം, കൊടവയറൊക്കെ ആയിട്ട് ശ്വാസം വിട്ട് നടക്കാം, 2 മൊബൈൽ പിടിച്ച് നടക്കാം. അതൊക്കെ എനിക്കറിയാം. കാരണം ഒരു പള്ളി പണിയാൻ വേണ്ടി ഒരുത്തൻ ശ്രമിച്ചപ്പോഴേ അവരൊരു കമ്മീഷൻ എടുത്തതായിട്ട് പറഞ്ഞ് കുറ്റം പറഞ്ഞപ്പോൾ അത് കേട്ട ആ കേട്ട ഒരു ബുദ്ധിരാഷ്ട്രം പറഞ്ഞോ, ഏടോ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച പള്ളി അവൻ പൂർത്തിയാക്കിയെങ്കിലേ അവൻ ആ കഴിവുണ്ടെങ്കിൽ അവന് അതിന് ആ സമയത്ത് വേണമെങ്കിൽ 10-8 പേരെ ഉണ്ടാക്കാൻ അറിയാം. അല്ല അവനെ കമ്മീഷൻ എടുത്തല്ല എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് എൻ്റെ കഴിവും പടച്ചൻ തന്ന അനുഗ്രഹവും പിന്നെ നാട്ടുകാർ സഹകരണവും എന്നെ അല്പമുള്ള ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യാൻ അറിയാൻ പാടാത്തതുകൊണ്ടല്ല. പക്ഷെ അത് വേണ്ട, അതൊരു വ്യക്തിയിൽ നന്നാവുള്ളൂ, അതിൽ കൂടുതൽ നന്നാവും. നമുക്ക് നാട് നന്മ വേണം. അതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേര് മാറ്റാൻ പറഞ്ഞാൽ നടക്കുന്നില്ല. പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിസന്ധി വളരെ വലുതാണ്. കേരള രാഷ്ട്രീയത്തിൽ LDFിലേക്ക് അവർ സഖ്യം പോവും എന്നോ ഒക്കെ ധാരണയുണ്ട്. അതൊന്നും വിജയകരമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യമാണ് ഇപ്പോഴും പറയുന്നത്. ഒന്ന്, നിങ്ങൾ പേര് മാറ്റി ദേശീയ ധാരയിൽ നിന്നിട്ട് നിങ്ങൾ മുസ്ലിം ആ പേരിൽ പാർട്ടി മുന്നണി നയിച്ച് നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ നോക്കുക. ഇറ്റ് ഈസ് പോസിബിൾ, നോട്ട് ഇമ്പോസിബിൾ. പക്ഷേ ലീഗ് എന്ന് പറയരുത്, മുസ്ലിം ലീഗ് എന്ന് പറയരുത്. അത് മാറ്റി ദേശീയ ധാരയിൽ വന്നാൽ നിങ്ങൾ ഇപ്പോൾ കുഞ്ഞാക്ക നടക്കുന്ന ആ പാർട്ടി നേതൃത്വത്തിൽ മുന്നണി ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ ആളുണ്ട്, ഞങ്ങൾക്ക് വരും. നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റാണ് ഞങ്ങൾക്ക് വരാൻ തയ്യാറ്. ഞങ്ങളിപ്പോൾ 10,000 വരും, നിങ്ങൾ പേടിക്കണ്ട. ഇനി മുസ്ലിം എന്ന പേര് മാറ്റി ഒരു പക്ഷേ ഒരു 2-3% ആൾക്കാർ മാറി നിന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ 10-20% പുറത്ത് വരും. എന്നാലും നിങ്ങൾ നയിക്കുന്ന മുന്നണിയിലേക്ക് വേറെ പലരും വരും. കോൺഗ്രസ് എന്നുള്ളത് ഇന്നിപ്പോൾ കേരളത്തിൽ അപ്രസക്തമായി. എല്ലാമല്ലേ ആരാണ് കോൺഗ്രസ്? എവിടെ സോഴ്സ് ഓഫ് വോട്ടിൻ്റെ സോഴ്സ് ഈ കോൺഗ്രസ് എവിടെയല്ലേ? ഞാൻ പറഞ്ഞല്ലോ പൊന്ന് ലീഗ് സഹോദരങ്ങളെ, അല്ലെങ്കിൽ 4 സമുദായങ്ങൾ. ഈ നായർ സമുദായം 9% കുഞ്ഞാക്ക മനസ്സിലാക്കുക. ഈ 9% ഞാൻ പോലെ 50% വോട്ടും BJP കൊടുത്താണ്. ഇന്നിപ്പോൾ ആരോട് നേതാവ് പറഞ്ഞല്ലോ BJP കൊടുത്തു. ഞാൻ പറഞ്ഞത് പണ്ട് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് 75% ആവും. അത് സാഹചര്യമാണ്. അപ്പോൾ എന്ത് കിട്ടും? 100-1000 ഒന്ന് വോട്ട് ഒരു വോട്ടാണ് കോൺഗ്രസ് കിട്ടുന്നത്. പേമേ പറയണം. മറ്റേ ഈഴവൻ 22% ഉണ്ട്, അല്ല 80% LDFനല്ലേ. ഇപ്പോൾ ഇത്ര 90% ആവും. അപ്പോൾ ഇത് 100 ഈഴവെന്ന് വോട്ടിൽ ഒരു വോട്ട് കിട്ടുന്ന ഈഴവ് കണക്ക്. പിന്നെ ക്രിസ്ത്യാനി 15% വോട്ട്, 5% ദളിതാണ്. ഇവിടെ 10%-ൽ ഒരു 5% കിട്ടും കോൺഗ്രസ്. അപ്പോൾ 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമ്പോൾ 5 കിട്ടും. അതുകൊണ്ട് ഭരിക്കാൻ പറ്റുമോ? പിന്നെ ദളിത് 30-10%, അതിൽ 60% ദളിത് കോൺഗ്രസിലാണ്, കമ്മ്യൂണിസ്റ്റിലാണ്. അത് 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടും. പിന്നെ എവിടുന്നാണ് UDFിൽ കോൺഗ്രസ് വോട്ട് കിട്ടുന്നത്? നിങ്ങൾ എങ്ങനെ എന്ത് തരത്തിൽ ഭരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ? പിന്നെ ധീവരന്മാർ ഉൾപ്പെടെ അത് ഓരോന്നേ കിട്ടുള്ളൂ, ഓരോ വോട്ട് കിട്ടും 100-1 വെച്ച്. പിന്നെ കിട്ടുന്ന പോലെ ഈ മുസ്ലിങ്ങൾ വോട്ടാണ്. 1 കോടി പേർ മുസ്ലിങ്ങൾ വോട്ട് പുറത്ത് കിടക്കാണ്. ലീഗിന് 21 ലക്ഷമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1.5 കോടി ഉണ്ടെങ്കിൽ 21, 30 വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ വോട്ടില്ല. ഇല്ലെന്ന് ഞാൻ പറയല്ല, വെറുതെ പറഞ്ഞല്ല, കണക്കുത്തിരിച്ച പറയുന്നത്. കാരണം കാസർഗോഡ് ഈ കോൺഗ്രസ് നേതാക്കൾ ലീഗിൽ അറിയാൻ വേണ്ടി കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ കണ്ണൂർ പിന്നെ പാലക്കാട് മുതൽ കാസർഗോഡ് 65 മണ്ഡലമുണ്ട്. അതിലൊന്ന് ലീഗ് മത്സരിക്കുന്നത്. നല്ല കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 5 സീറ്റിലേ ജയിച്ചുള്ളൂ. മുസ്ലിം ലീഗ് UDFിൽ പ്രധാന കക്ഷിയല്ലേ. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിനോട് വോട്ടിട്ടെങ്കിൽ ഇവർ ജയിക്കട്ടില്ല, പകുതി വരും ജയിക്കട്ടില്ലേ. പകുതി ജയിച്ചതെങ്കിൽ ഇവർ ഭരണം കിട്ടൂലായിരുന്നോ? ജയിച്ചില്ലല്ലോ. അതിനർത്ഥം ലീഗുകാർ വോട്ട് ചെയ്യാന്നോ ചെയ്യും, അവർ ചതിവും കാണിക്കില്ല. അതൊന്നും കുഴപ്പമില്ല. ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞ ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ മുസ്ലിം എന്ന പേര് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന വേറെ ഒരു കുറ്റം ഞാൻ ലീഗുകാർ പറയുന്നില്ല. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് വളരെ നല്ലവരാണ്. പക്ഷെ ജയിച്ചോ? 65 സീറ്റിൽ മത്സരിച്ചില്ലേ? കണക്കുത്തിരിക്ക് സതീഷ, കണക്ക് നോക്ക്. 65 സീറ്റിൽ മത്സരിച്ച് 5-6 സീറ്റിൽ നിങ്ങൾ കിട്ടുള്ളൂ. UDFിൽ നിങ്ങൾ മത്സരിച്ച്. കോൺഗ്രസ് ഒറ്റക്കല്ലല്ലോ. അവിടെ 50% മുസ്ലിങ്ങളുടെ മേഖലയാണ് ഇതെല്ലാം. അപ്പോൾ അതിനർത്ഥം അവിടെ നിന്ന് മുസ്ലിം ലീഗില്ല, മുസ്ലിങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആകെയുള്ള 1,40,00,000 മുസ്ലിങ്ങളിൽ
ഒരു 23 അല്ലെങ്കിൽ 25 പോട്ടെ, 25 ലക്ഷം കഴിച്ചാൽ ബാക്കി 1.15 പുറത്ത് കിടക്കാണ്. അതിൽ 10% വേണമെങ്കിൽ ഒരു 10% കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് വെച്ചോ, അപ്പോഴും കിടക്കൽ 1 കോടിയിൽ പരം. അവർ ലീഗിനില്ല, കോൺഗ്രസ് ഗവൺമെൻറ്റില്ല, അവർ അപ്പോഴത്തെ രീതി വെച്ച് ചെയ്യാണ്. അവർ നിങ്ങൾ തൃപ്തിപ്പെടുത്തി കയ്യിലെടുത്താൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അവർ നിങ്ങൾ കയ്യിലെടുക്കണമെങ്കിൽ 2 ചോദ്യമാണ്. ഒന്ന്, കോൺഗ്രസ് ഇവർക്കെല്ലാം ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനം കൊടുക്കണം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്ഥാനം മാറ്റിയിട്ട് ഒരാൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒരു മുസ്ലിം വഹിക്കാൻ ഇപ്പോൾ നിങ്ങൾ അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച്. മറ്റത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിമിൻ്റെ പേര് മാറ്റി ദേശീയതായിൽ വന്നാൽ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഉണ്ടാക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഭരിക്കാം. ഇതൊന്നുമില്ല, നിങ്ങൾ പറ്റില്ലെങ്കിൽ നിങ്ങൾ BJP സഖ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് നിങ്ങൾക്ക് ഭരണം പിടിക്കും. ഇപ്പം ആസാമിൽ കിടന്ന് ഉരുണ്ട് കളിക്കണം ലീഗ് കോൺഗ്രസ്സുകാർ. ഇത് പറയുമ്പോൾ എന്തറിയോ, എനിക്ക് കോൺഗ്രസ് വിരോധം ഉണ്ടായിട്ടല്ല, ചെയ്യുന്ന മണ്ടത്തരാണ്. ഇപ്പം ശിവകുമാർ പോയി അവിടെ ഒരു പാട്ടുകാരനെ അക്രമത്തിൽ കൊണ്ടല്ലോ, അയാൾ വീട്ടിൽ പോയി ആശംസ കൊടുത്തു. കാരണം രാഹുൽജി ഇല്ല, ഇന്ത്യയിലില്ല, ഗാർഗിജി ആണെങ്കിൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ പിന്നെ ശിവകുമാർ 3-ാം സ്ഥാനം, നന്നായി, അത് മിടുക്ക്, കുഴപ്പമില്ല. ശിവകുമാർ എന്ന് പറയും അവിടോ 40% മുസ്ലിങ്ങളല്ല മറ്റേ ആസാമിലെ 40% മുസ്ലിം ഉണ്ടായപ്പോഴേ അതിലൊരു മുസ്ലിം പാർട്ടി ഉണ്ടായില്ലേ, കോൺഗ്രസ്സുകാരെ നിങ്ങൾ ശ്രദ്ധിക്കേ. അന്തോണി പറഞ്ഞിട്ട് കാര്യമില്ല, ചത്ത ചൊല്ലിയപ്പോൾ ജീവിച്ചിരിക്കില്ല, പോട്ടെ. ഇനി സതീഷോട് പറയണം, നിങ്ങൾക്ക് ചരിത്രം അറിയാലോ, നിങ്ങൾ കോൺഗ്രസ് ഹിസ്റ്ററി അറിയാലോ, അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂ. 40% മുസ്ലിങ്ങൾ പാർട്ടി ഒരു പാർട്ടി ഉണ്ടാക്കി, മുസ്ലിം പാർട്ടിയല്ല ഉണ്ടാക്കിയത്, നേതാവ് മുസ്ലിമല്ലോ. അവർ സഖ്യത്തിന് വന്നിടോ സതീഷ, ഈ അന്തോടെ പിടിച്ചു ഇരുത്തി മുമ്പിൽ ഇത്തിരി ചോദിക്കണം അന്തോണിയോട്, എടോ നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കും 40% മുസ്ലിങ്ങളുള്ളൂ, 60% ഹിന്ദുക്കൾ, അവിടെ ഞങ്ങൾ സഖ്യം ഉണ്ടാക്കി, ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് ചേർത്തില്ല. ഓക്കെ, അത് ഒരു പരിധി ശരിയാണ്, സമ്മതിക്കാം. പക്ഷേ ഈ അന്തോണി ഉണ്ടായില്ല അവിടെ 10-40 വർഷം, കള്ളനെ പോലെ എന്നിട്ട് മുനിയായിട്ട് ഇരുന്നിട്ട് അയാൾക്ക് പറയാൻ പാടില്ല. ആ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചിട്ട്, എടോ ഞങ്ങൾ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന ജാതി പാർട്ടി തുടങ്ങിയിട്ട് 67% ഭരണത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഉണ്ടായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ മുസ്ലിം നയിക്കുന്ന പാർട്ടിയുടെ സഖ്യം ഉണ്ടാക്കിയോ എന്താ പറ്റില്ല. ആസ പോവടോ മരമണ്ടന്മാരെ. ഞാനെന്തോട് ഇത് പറയുന്നത്, വരും തലമുറ ഇവിടെ സമാധാനം ജീവിക്കണം. നമ്മളൊക്കെ ഈ ഭൂമി പോകേണ്ട സമയം ഇനി എത്ര നാൾ, മണിക്കൂർ, വെറുതെ പറഞ്ഞാൽ മണിക്കൂറുകളേ ഉള്ളൂ. ഞാനൊക്കെ ഈ ലോകത്ത് വരും തലമുറക്കൂടെ ജീവിക്കട്ടെ സമാധാനമായിട്ട്. അവർ ഹിന്ദുവായാലും ക്രിസ്ത്യായാലും മുസ്ലിമായാലും അവർ പണിയെടുത്ത് വീട്ടിൽ വന്ന് കയറുമ്പോൾ പിന്നെ സന്തോഷമായിട്ട് കിടന്നുറങ്ങണ്ടേ. ഇങ്ങനെ ഓരോ ജാതി ഇങ്ങനെ ഉറുക്കുപ്പുണ്ടാക്കി വർഗീയതകൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടൊക്കെയാണ് അവർ കോൺഗ്രസിൽ നിന്ന് അതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് അറിയില്ല. പണ്ട് എൻ്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായെന്ന് പറയുമ്പോൾ പണ്ട് സ്വാതന്ത്ര്യ സമയത്ത് പണിയിട്ട് ആ പാരമ്പര്യത്തിൽ നെഹ്റു പോലെ ഗാന്ധി പോലെ ഇങ്ങോട്ട് പോകുന്നതല്ലാതെ വേറെ കോൺഗ്രസിൽ പണിയെടുക്കാൻ ആയില്ലുണ്ടോ? ഞാൻ ആത്മാഭിമാനത്തോടെ പറയാണ്, BJP കേരളത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പകുതി പണി ഈ കോൺഗ്രസ്സായി ചെയ്തിട്ടുണ്ടെങ്കിലോ. അന്ന് കോൺഗ്രസ്സിൽ ഇങ്ങനെയൊന്നും നടക്കണ്ട, ഒരു പണി അവർ ചെയ്യുന്നില്ല, 10 ആളെ കൂട്ടുന്നില്ല. പണ്ടില്ല അന്തോണി കരുണാകരനും പിന്നെ ഉമ്മൻചാണ്ടി രമേശും ഈ ഗ്രൂപ്പ് കളിച്ച് പങ്കിട്ടെടുത്ത്, എന്നിട്ട് വിടവ് നിർത്തിയതേ ഈ മുസ്ലിങ്ങളുടെ വോട്ടുകൊണ്ടാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ടാന്ന് പറഞ്ഞ് വെറുതെയല്ല, കാര്യകാരണ സഹിതമാണ്. മനസ്സിലാകുന്നില്ലേ കാര്യങ്ങൾ? മൊയ്തീഷ് വെറും മണ്ടനില്ല, മൊയ്തീഷ് ഗ്രൂപ്പ് ബുദ്ധിമുട്ടുകളെന്ന് മനസ്സിലായി. ഇതിക്കുള്ള എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം? ഞാൻ പറഞ്ഞ പോയതാണ്, സഖ്യം നിങ്ങൾ BJP സഖ്യം ഉണ്ടാക്കാം, അതൊരു തെറ്റുമില്ല. അതിപ്പോഴും കാലഘട്ടത്തിൽ അനിവാര്യതയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പേര് മാറ്റിയിട്ട് നിങ്ങൾ നേതൃത്വം കൊടുക്കുക, അപ്പോൾ കോൺഗ്രസ് കൂടെ നിൽക്കും, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്നുള്ളൂ. എന്നിട്ട് വേണ്ടി നമ്മൾ മുഖ്യമന്ത്രി കോൺഗ്രസ് കൊടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുഖ്യമന്ത്രിയാണ് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അംഗീകാരം വേണ്ടോ? എനിക്ക് ഞാൻ അവകാശപ്പെട്ട് സാധനം നേടിയെടുത്തിട്ട് ഞാൻ മറ്റാൾക്ക് കൊടുത്ത കുഴപ്പമില്ല, ഇത് പിടിച്ചു വെച്ചെടുക്കുമ്പോഴാണ് അർഹതപ്പെട്ട് കിട്ടാതെ പിടിച്ച് പറിച്ച് കൊണ്ടുപോയി ആഘോഷിച്ചിട്ട് കുറ്റപ്പെടുത്തുമ്പോഴാണ്. എടോ യൂത്ത് കോൺഗ്രസ് സ്ഥാനം വന്നില്ല, ഒഴിവൊന്നുമില്ല കേരളത്തിൽ. നിങ്ങൾ രാജിവയ്പ്പിച്ചല്ലോ, എത്ര സമയം ഇപ്പോൾ മാസം 1-2 ഒരു മുസ്ലിമിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിങ്ങൾ വഹിക്കാൻ പറ്റില്ല. പണ്ട് ഷാഫി പറമ്പിലൊക്കെ ഉണ്ടായതാണല്ലോ. ഇത് ദേശീയ ധാരയിലുള്ള അല്ല കോൺഗ്രസ്സിൽ സംസ്ഥാന മുഖ്യ ധാരയിലുള്ള ഏത് ഒരു പാർട്ടിയിൽ ഒരു സ്ഥാനത്തിലും മുസ്ലിം ഉണ്ടോ? അത് നാളെ ഒരു കോൺഗ്രസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ സമ്മതിക്കില്ല, അതുകൊണ്ട് ആർക്ക് കൊടുക്കേണ്ട വെച്ച് അങ്ങനെ ഉരുണ്ടികളൊക്കെ പോവും. ഞാൻ CP ജോൺ സാറോട് പറഞ്ഞ ഭാഷ വീണ്ടും പറയാണ്. ജോൺ സാറെ 2 ടേമിന് മുമ്പാണ് അസംബ്ലി ഇലക്ഷനിൽ വെച്ചിട്ട് ഞാൻ ടൗൺ ഹാളിൽ ഓപ്പോസിറ്റ് ആൾ എൻ്റെ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസും ഇവരൊക്കെ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അപകടത്തിലേക്കാണ് പോകുന്നത്,
കാരണം 15% 10% ക്രിസ്ത്യൻ സമുദായത്തിൽ നിങ്ങൾ വാരിക്കൊരി എല്ലാം കൊടുക്കുകയാണ്. ദേശീയ ലെവലിൽ കൊടുക്കുന്നു, സ്റ്റേറ്റ് ലെവലിൽ കൊടുക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 125 ഭാരവാഹികളിൽ 95 പേരും ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുത്തത്. കഴിഞ്ഞ ഇവിടുത്തെ പിന്നെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ 95 പേരും 125 ബാക്കി 20-30 പേരെ ബാക്കിയുള്ള 90% കിട്ടുള്ളൂ. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ ക്രിസ്ത്യാനിമിന് ഫോട്ടോ ഉണ്ടായുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. എനിക്ക് വേണ്ടി ഇത് മിണ്ടായിരിക്കാം. അവിടുത്തെ അത് കൂടാതെ ചെയർമാനായിട്ട് ആര് വെച്ച്? ഉമ്മൻചാണ്ടിയെ. അത് കൺവീനർ ആര് വെച്ച്? നാളെ മരിച്ച് തങ്കച്ചനെ. അത് ഈ പാർട്ടിയുടെ പിണക്കം തീർക്കാൻ വേണ്ടി കേരള കോൺഗ്രസിൻ്റെ ഇന്നലെ ജോണി നെല്ലൂരിന് സെക്രട്ടറി സ്ഥാനം കൊടുത്ത് 3 പേര് എറണാകുളം ജില്ലക്കാർ. ഉമ്മൻചാണ്ടിച്ച് മാറ്റമുണ്ടെങ്കിലും അത് ഒരേ സമുദായം തന്നെ. ബാക്കി 90% വേറെ കിടപ്പുണ്ടായില്ലേ? അതൊക്കെ കണ്ടുകൊണ്ട് അല്പമൊക്കെ ബുദ്ധിയുള്ള ചിന്തയുള്ള ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞ ജോൺ സാറെ അപകടത്തിലേക്ക് പോകുന്നു, UDF ഭരണത്തിൽ പോകാൻ പോവാണ്. അതുകൂടെ അറബിക് സർവകലാശാലയ്ക്ക് കളിയാക്കി മുസ്ലിം സമുദായം തെറ്റി. എനിക്കിപ്പോൾ മുസ്ലിങ്ങൾക്ക് കിട്ടണോ അല്ലെങ്കിൽ കോൺഗ്രസ് വരണമെന്ന് വേണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദീർഘമായി ചിന്തിക്കുമ്പോൾ LDF എന്ന പ്രസ്ഥാനം കേരളത്തിൽ തകരാൻ പാടില്ല. അവർ നിലനിൽക്കണം. അത് ഭാവിയുടെ ആവശ്യമാണ്. ഇത് മസ്റ്റാണ്, അനിവാര്യമാണ്. മറ്റേതോ അങ്ങനെ നിൽക്കണമെങ്കിൽ ഇത്തവണ UDF ജയിക്കണം. UDF ഇന്നത്തെ കണ്ടീഷനിൽ സതീശനെ 110 സീറ്റൊക്കെ എവിടെ കാണുന്നു? നിങ്ങൾ പറയുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ തകർന്നു പറഞ്ഞു പോയി എല്ലാവരും ഇതിനടക്കുന്നത്. അതൊന്നും ഇലക്ഷൻ അങ്ങനെ നല്ല ഇലക്ഷൻ്റെ പാറ്റേൺ അപ്പോഴും മൂടനുസരിച്ചാണ്. അതൊക്കെ അവർ കുറേ പാച്ചപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം റിസർവിങ് കൊണ്ട് കോൺഗ്രസ് റിസർച്ച് ഉണ്ടോ, മുസ്ലിം ലീഗ് റിസർച്ച് ഉണ്ടോ? ഞങ്ങൾ ചെറിയൊരു പാർട്ടി ജനതാദൾ ആശ്വസിച്ച് അതുപോലെ ഞങ്ങൾക്ക് 10 രൂപയുള്ള റിസർച്ച് കിട്ടതേ നിസ്സാര കാര്യമല്ല. അത് അവർ ഞങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികളൊന്നുമില്ല. അത് ഞാനതിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വോയിസ് ഓഫ് ജസ്റ്റിസ് പ്രവർത്തിച്ച ബുദ്ധിജീവികളാണ്. അവിടെ അപ്പോൾ ഇങ്ങനെ സംഗതി ഉണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളൊന്നും പറഞ്ഞതാണ്. ഞാനത് വിളിച്ചെത്തി പറയാം. എനിക്ക് ബുദ്ധിയില്ലായി പോയി. എനിക്ക് ഈ ചിന്ത ഈ രാഷ്ട്രീയമൊന്നും അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കിയൊരു പറഞ്ഞതാ. ഞാൻ അതുപോലെ പറയാം. അത് ദൈവാനം കൊണ്ട് ഇന്നത്തെ കണ്ടീഷനിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ചെറിയ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പടച്ചു തന്നിട്ടുള്ള അത് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ BJP ഭരിക്കുമ്പോൾ പിന്നെ മദ്രസയുടെ സ്ഥലമൊക്കെ രേഖയിലെ സ്ഥലമൊക്കെ രേഖ തരാൻ പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൊടുക്കും. നിങ്ങൾ അവരുടെ ധാരണ എത്തണം. നിങ്ങൾ മുസ്ലിം സമുദായം അവർക്ക് ബാധ്യമല്ല എന്നും തടസ്സമല്ല എന്നും പറയണം. ഇന്നത്തെ കണ്ടീഷൻ തടസ്സമാണ്. ഒരൊറ്റ വോട്ടുകൾ നിങ്ങൾ കൊടുക്കണില്ല. 20% മുസ്ലിങ്ങൾ ഒരൊറ്റ വോട്ടുകളും BJP കൊടുത്തിട്ടില്ല. 99.9% കൊടുത്ത് കോൺഗ്രസ്സാണ്. എന്നിട്ട് കോൺഗ്രസ് നിങ്ങൾ എന്ത് ചെയ്ത്? ഞാൻ ആസാമിലെ കാര്യം പറഞ്ഞു, കേരളത്തിലെ കാര്യം പറഞ്ഞു. ഇനി അങ്ങനെ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട കോൺഗ്രസ്. അത് ആത്യന്തികമായിട്ടും വളരെ കുലങ്കുഷമായി ചിന്തിച്ച് വെറുതെ പറഞ്ഞില്ല. മൊയ്തീൻ ഷാ വെറും വാക്ക് പറയാറില്ല. പറയുന്നുണ്ട് അതിന് ശാസ്ത്രീയതണ്ടായിരിക്കും, പിന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യമാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.